ഏറെ സ്നേഹമുള്ള വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ മുത്തഖിയായി കൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല സൽഗുണങ്ങളിൽ പെട്ട ഒരു കാര്യമാണ്. അതല്ല എങ്കിൽ ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായ ഫിത്റത്തിയായ ഒരു സ്വഭാവ ഗുണമാണ് നന്മകളെ ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മ ചെയ്യുക എന്നുള്ളത് അത് അയാളുടെ മനസ്സിൽ ഒരു വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയോട് നന്മ ചെയ്യാൻ പറഞ്ഞാൽ ആ കുട്ടിക്ക് അതിലൊരു സന്തോഷമുണ്ടാകും. എന്നാൽ നേരെ മറിച്ച് ആ കുട്ടിയോട് തിന്മയാണ് പറയുന്നതെങ്കിൽ ആ കുട്ടിക്ക് തന്നെ അതിലൊരു പ്രയാസമുണ്ടാകും. അതെന്തുകൊണ്ടാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുള്ള ഓരോ മനുഷ്യരെയും ഫിത്റത്തിലായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. നന്മ ഇതാണ്, തിന്മ ഇതാണ് എന്നെല്ലാം ഓരോ മനുഷ്യർക്കും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരിലും ഒരു തിന്മ ചെയ്യുമ്പോൾ ഒരു പ്രയാസം തോന്നുന്നത്, ഒരു നന്മ ചെയ്യുമ്പോൾ ഒരു ആസ്വാദനം തോന്നുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് നന്മ എന്ന് ചോദിച്ചപ്പോൾ അത് സൽസ്വഭാവമാണ് എന്ന് പഠിപ്പിച്ചു. എന്താണ് തിന്മ? തിന്മ എന്ന് പറഞ്ഞാൽ അത് ചെയ്തു കഴിഞ്ഞാൽ നിന്റെ മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. മാത്രമല്ല അത് മറ്റുള്ള ആളുകൾ അറിയുന്നതിനെ നീ വെറുക്കുന്നതുമാണ്. അത്തരത്തിലുള്ള എന്ത് കാര്യമുണ്ടോ അതെല്ലാം തിന്മയാണ് എന്നാണ്. എങ്കിൽ സഹോദരങ്ങളെ, വിശ്വാസികളോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത് നന്മകളാണ്. ആ നന്മകളിലായിരിക്കണം വിശ്വാസി സദാസമയം മുഴുകേണ്ടത്. എന്നാൽ സമൂഹത്തിൽ എങ്ങനെയാണ് ആളുകൾ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനോടുള്ള ഒരു സമീപനം എങ്ങനെയാണ്? അത് വിവിധ തട്ടുകളായിക്കൊണ്ട് പലതരത്തിലായിക്കൊണ്ടാണ് ആളുകൾ അതിനെ സ്വീകരിച്ചിട്ടുള്ളത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വീടുണ്ടാക്കാൻ ഒരാൾ ഉണ്ടാക്കുന്ന പോലെ ആകൂല അടുത്ത ആൾ ഉണ്ടാക്കുക. ഓരോ ആളുകൾക്കും വ്യത്യസ്ത തരത്തിലായിരിക്കും. അത് നമ്മുടെ നന്മകളായ അമലു സ്വാലിഹാത്തിനും കാണാൻ സാധിക്കും. ഇപ്പൊ ചില ആൾക്കാർക്ക് ഏറ്റവും താല്പര്യമുള്ളത് നോമ്പ് നോൽക്കലിക്കാൻ, ഒരു സദാ സുന്നത്ത് നോമ്പ് ഇങ്ങനെ നോറ്റോണ്ടിരിക്കും. മാത്രമല്ല ചില ആളുകൾക്ക് സുന്നത്ത് നമസ്കാരങ്ങളായിരിക്കും. മാത്രമല്ല ചില ആളുകൾക്ക് പ്രത്യേകമായ ചില സ്വഭാവങ്ങൾ, അവർക്ക് ആരെയും വെറുക്കാൻ തോന്നില്ല, പ്രത്യേകമായി എല്ലാവരോടും ഇഷ്ടമായിരിക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ വേഗത്തിൽ അവരോടുള്ള തെറ്റ് അതൊക്കെ പൊരുത്തപ്പെടിച്ച് വീണ്ടും ഇണക്കപ്പെടുക, ഒരു വെറുപ്പുണ്ടാകാത്ത സ്വഭാവം. ഓരോ ആളുകളിലും പ്രത്യേകമായ നന്മകളാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നന്മ ചെയ്യുന്ന കാര്യത്തിലും ചില ആളുകൾ, ഓരോ ആളുകളും പ്രത്യേക ദറജയിലായിരിക്കുന്നതാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായിട്ട് കാണാം. ആ നന്മകളോടുള്ള നമ്മുടെ സമീപനത്തിൽ ചില ആളുകൾ ഒന്നാമതായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നു, ഇഖ്ലാസോട് കൂടിയായിരിക്കും എല്ലാ നന്മകളും ചെയ്യുക. ഏത് നന്മ അവരുടെ മനസ്സിലേക്ക് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഇഖ്ലാസോട് കൂടി ചെയ്യുന്നാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബഖറയിലെ 207-ാമത്തെ വചനത്തിലൂടെ രണ്ട് തരം ആളുകളുടെ സ്വഭാവങ്ങൾ പരിചയപ്പെടുത്തി. ഒന്നാമത്തേത് കപടവിശ്വാസികളായ ആളുകൾ. അവർ തങ്ങളുടെ കർമ്മങ്ങളെല്ലാം ചെയ്യും, പക്ഷെ അവർക്ക് മനസ്സിലൊരു കുത്തുണ്ടാകും. അവർ പുറമെ മുസ്ലിങ്ങളായി അഭിനയിക്കുകയും എന്നാൽ ഉള്ളിലെല്ലാം മറ്റുള്ള അവിശ്വാസികളോട് കൂറ് പുലർത്തിക്കൊണ്ടായിരിക്കും അവരുണ്ടാവുക. അവർക്ക് നരകമാണ് എന്നുള്ള പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്, എന്നാ മറ്റു കൂട്ടർ ചില ആളുകളുണ്ട്, അവർ അല്ലാഹുവിന്റെ തൃപ്തി മാത്രമായിരിക്കും അവരാഗ്രഹിക്കുന്ന. എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും അള്ളാന്റെ തൃപ്തി ഉണ്ടാകും. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുക എന്നാണ്.
നമ്മൾ ഓരോ കാറ്റഗറി ഇങ്ങനെ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ഇതിലേത് ഗണത്തിലാണ് ഞാൻ പെടുക? ഏഴോളം ഗണങ്ങൾ പറയും. ഇതിലേത് ഗണത്തിലാണ് ഞാൻ നന്മകൾ ഓരോന്ന് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം ഉണ്ടാകും? ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും വ്യത്യസ്ത ഉദ്ദേശങ്ങളായി. അതങ്ങനെ തന്നെ ഉണ്ടാവും. അള്ളാഹു അങ്ങനെയാണ് പടച്ചിട്ടുള്ളത്, സൃഷ്ടികളെ അങ്ങനെയാണ് പടച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കണം, ഈ പറയപ്പെട്ട ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടാവും. ഏഴോളം ഗ്രൂപ്പിൽ ഏതിന് പെട്ടാലും പ്രശ്നം, പക്ഷെ ഉണ്ടാവണം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നമ്മൾ പെട്ടിരിക്കണം. ഒന്നാമത്തത് ഇഖ്ലാസാണ്. ചെയ്യുന്ന കർമ്മങ്ങളിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടായിരിക്കും. ഇഖ്ലാസ് ഉള്ള കർമ്മങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നാണ്. കർമ്മങ്ങളെല്ലാം നിഷ്കളങ്കമായി അല്ലാഹുവിനെ മാത്രമായി കൊണ്ട് ചെയ്യാൻ സാധിക്കും. അവരെല്ലാവർക്കും ഭക്ഷണം കൊടുക്കും, പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. മാത്രമല്ല അവരെന്തിനു വേണ്ടിയാണ് ആ ഭക്ഷണം നൽകുന്നത്? അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്, അള്ളാഹ്ക്ക് വേണ്ടി കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ ഗുഹാവാസികൾ, ഗുഹയിൽ അടക്കപ്പെട്ട ചില ആളുകൾ, 3 ആളുകൾ, അവർ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അവരെന്ത് മുൻനിർത്തിയാ പ്രാർത്ഥിച്ചത്? അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് അവർ തേടിയ ചില പ്രാർത്ഥനകളാണ്. അള്ളാഹുവേ, ഞാൻ അള്ളാഹു നിന്നെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഒരു വ്യഭിചാരത്തിനുള്ള അവസരം കിട്ടിയിട്ടും റബ്ബേ ഞാൻ അതിൽ മാറുന്നു. അള്ളാഹു നിന്നെ ഓർത്തുകൊണ്ടാണ്. അവർക്ക് സുരക്ഷ കിട്ടിയത്, പാറ കുറച്ച് നീങ്ങിന. അടുത്തത് മറ്റാൾ പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവേ നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് എന്റെ മാതാപിതാക്കൾ കിടന്നുറങ്ങിയിട്ടും അവർക്ക് ആദ്യം പാല് കൊടുത്തുകൊണ്ട് എന്റെ മക്കൾക്ക് ഞാൻ പാല് കൊടുക്കുന്നു. അള്ളാഹുവേ, ആ മാതാപിതാക്കളെ ആദരിച്ചതിന്റെ ഭാഗം നിനക്ക് വേണ്ടിയാണ്. അത് പ്രാർത്ഥിച്ചു, പാറ നീങ്ങിന. 3 പ്രാർത്ഥനകളും പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ എല്ലാം ഉള്ളടക്കം അത് ഇഖ്ലാസാണ്. അങ്ങനെ ഒരു പ്രവർത്തനം നമ്മളിലുണ്ടോ? ആലോചിക്കണം. ഒരു വലിയൊരു കർമ്മത്തിനാണ് നമ്മൾ മുന്നിട്ടിറങ്ങാൻ പോകുന്നത്. റമളാനാണ്, പുണ്യങ്ങളുടെ പൂക്കാലാണ്, നിരവധി കർമ്മങ്ങളാണ്. ഇത് ചെയ്യുന്നത്, ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ എന്തുണ്ടോ അത് ആ സമയത്ത് ചെയ്ത ഇരട്ടിയാണ് പ്രതിഫലം. നിരവധി പ്രതിഫലം കിട്ടാനുള്ളതാണ്. അതിലൊക്കെ ബേസ് ഇഖ്ലാസാണ്. നന്നാക്കണം, ഇപ്പോൾ തന്നെ നന്നാക്കാൻ ശ്രദ്ധിക്കണം. എന്ത് കർമ്മങ്ങളും അതിൻ്റെയൊക്കെ ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിലേ കർമ്മങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. രണ്ടാമത്തെ വിഭാഗം, നന്മയിൽ ധൃതി കാണിക്കുക. ഒരു നന്മ, നല്ല കാര്യമാണെന്ന് കേട്ടാൽ അതൊരു ധൃതിയാണ്. അത് വിശ്വാസികളുടെ ഏറ്റവും നല്ല സ്വഭാവമാണ്. ഒരു കാര്യം അത് ഇസ്ലാമിൽപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സൽക്കർമ്മമാണ്, അമൽ സ്വാലിഹാത്താണ് എന്ന് മനസ്സിലാക്കിയാൽ അതിലേക്ക് വേഗം ചെല്ലണം എന്നാണ്. അത് ഒഴിവാക്കുക, നിൽക്ക് വേണ്ട, അതൊന്നും എനിക്ക് പറ്റിയതല്ല, അതൊക്കെ നാട്ടിലെ വേറെ ആളുകൾ ചെയ്തോട്ടെ എന്നല്ല. നമ്മൾ അതിലേക്ക് മുന്നിട്ടിറങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യുസാരിഊന ഫിൽ ഖൈറാത്ത്. വിശ്വാസികളുടെ ഗുണം അവര് സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുന്ന, വേഗത്തിൽ ധൃതിപ്പെട്ടിറങ്ങുന്ന. ധൃതിപ്പെടേണ്ടത് അമൽ സ്വാലിഹാത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ യുസാരിഊൻ, ധൃതിപ്പെടണേ എന്ന് പറഞ്ഞ ഏത് വിഷയം തോന്നിക്കോളെ അത് ഏതിലുണ്ടാവുള്ളത്? സൽക്കർമ്മങ്ങളുടെ വിഷയത്തിലുണ്ടാവും. സൽക്കർമ്മങ്ങൾ, നിങ്ങൾ ചെയ്യേണ്ട അമൽ സ്വാലിഹാത്ത് ഉണ്ടല്ലോ, നന്മകളുടെ വിഷയത്തിലാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. മുൻകടന്നോളി, വേഗത്തിൽ ചെയ്തോളി. സാവധാനങ്ങളൊരു ബേജാറില്ലാതെ സാവധാനം ചെയ്താൽ മതി എന്ന് പറഞ്ഞ കാര്യങ്ങൾ ദുനിയാവിലെ വിഷയമാണ്. നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ആയാൽ അതൊക്കെ കഴിഞ്ഞാൽ ഇത് നടക്കാനാ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? ദുനിയാവ് തേടിക്കൊണ്ട് നിങ്ങൾ നടന്നോളൂ എന്നാ പറഞ്ഞു. എന്നാൽ അള്ളാഹിന്റെ അടുത്ത് അടുക്കാൻ വേണ്ടി യുസാരിയാവുന്ന പറഞ്ഞു, ഓടിക്കോളി. ആഖിറത്തിന്റെ വിഷയത്തിലാണ് വേഗത്തിൽ ധൃതിയായിക്കൊണ്ട് ചെയ്യേണ്ടത്. അത് മാറ്റേക്കാളതല്ല, പിന്നെ ചെയ്യാം അതിലുള്ളതല്ല സൽക്കർമ്മങ്ങൾ. അത് വേഗത്തിൽ ചെയ്യാനുള്ളതാണ്. ഒരു സൽക്കർമ്മത്തിന്റെ സമയം നഷ്ടപ്പെട്ടത് കഴിഞ്ഞു, പിന്നെ കിട്ടൂല. ദുനിയാവിന്റെ ഏത് വിഷയം വീണ്ടെടുക്കാൻ പറ്റും. സൽക്കർമ്മത്തിനുള്ള സമയം നഷ്ടപ്പെട്ടാൽ പിന്നീട് അത് തിരിച്ചു കിട്ടൂല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, യുസാരിഊന ഫിൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകളിൽ വേഗത്തിൽ മുന്നിട്ടിറങ്ങണം എന്നാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് ചോദിക്കാണ്, ഞാൻ ഈ യുദ്ധത്തിന് പോയിട്ട് മരണപ്പെട്ടാല്, യുദ്ധത്തിൽ ഞാൻ വധിക്കപ്പെട്ട റസൂലേ, ഞാൻ പിന്നെ എവിടെയാണ്? അദ്ദേഹം യുദ്ധത്തിന് പോയിക്കാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കാരക്ക പിടിച്ചുകൊണ്ടാണ്, അത് തിന്നാൻ വേണ്ടിയാണ് നിൽക്കാൻ. അപ്പോഴാണ് ഉഹദ് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള വെളിയാളം വന്നത്. റസൂലിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, റസൂലേ, ഞാൻ ഈ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ മരണപ്പെട്ടാൽ ഞാൻ എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലാണ്. അദ്ദേഹം തന്റെ കയ്യിലുള്ള ഈത്തപ്പഴം തിന്നാൻ പോലും
ബാക്കി വെക്കാതെ അതിനെ ബാക്കിയിട്ടുകൊണ്ട് അദ്ദേഹം ഓടി ഉഹുദ് യുദ്ധത്തിന്റെ ആ അടർക്കളത്തിലേക്ക് അദ്ദേഹം ഓടി. അദ്ദേഹം മരണം വരിക്കും വരെ അദ്ദേഹം യുദ്ധം ചെയ്യുന്ന. അതാണ് നന്മയോടുള്ള അദ്ദേഹത്തിന്റെ ആവേശം. അതാണ് സഹാബാക്കളുടെ ആവേശം. ആ രീതിയിലായിരിക്കണം നമ്മൾ. ഒരു നന്മ കേട്ടാൽ ആ നന്മ ചെയ്യാനായിരിക്കണം. അത് ഒരു ദിവസമെങ്കിലും ഒരു സുന്നത്ത് കേട്ടാൽ ഒരു സമയത്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പ്രാവർത്തികമാക്കുമെന്നൊരു ബോധമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരിക്കൽ പറയാണ്, സ്വല്ലൈതു വറാഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി അദ്ദേഹം റസൂലിന്റെ പിറകിൽ വെച്ചിട്ട് സ്വലാത്തുൽ അസർ നമസ്കാരം നിസ്കരിച്ചു. അങ്ങനെ നിസ്കാര ശേഷം അദ്ദേഹം ആളുകൾക്കിടയിലൂടെ ചുമലൊക്കെ കടന്നുകൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറയിലെ വീട്ടിലേക്ക് പ്രവേശിച്ചു. അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആ പോക്ക് കണ്ടിട്ട് വളരെ വേഗത്തിലാണ് അദ്ദേഹം പോകുന്നത്. ആ പോകുന്നത് കണ്ടിട്ട് സഹാബാക്കളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എവിടേക്കാണ് ഇത്ര ധൃതിപ്പെട്ടുകൊണ്ട് താങ്കൾ പോകുന്നത്? അദ്ദേഹം പറയുന്നുണ്ട്, ആളുകൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള സ്വതക്കയുടെ മുതലുകളുണ്ട്, അതെല്ലാം ആളുകൾക്ക് വീതിക്കാൻ വേണ്ടി വേഗത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിയതാണ്. സൽക്കർമ്മങ്ങൾ അത് ബാക്കി വെക്കാൻ പാടില്ല, അതൊക്കെ കുറെ കഴിഞ്ഞിട്ട് ചെയ്യാം. അങ്ങനെയല്ല. പല ആളുകളും സക്കാത്തിന്റെ മുതല് പള്ളിക്ക് എവിടെ സംഘടിതമായിക്കൊണ്ടൊക്കെ സക്കാത്ത് നൽകുന്ന കേന്ദ്രങ്ങളുണ്ടാകും. പല ആളുകൾ അതിനെ താമസിപ്പിക്കാൻ ഓരോ മാസം കുറച്ചീച്ച കൊടുക്കുക അങ്ങനെ ഒരു കൊടുക്കലില്ല. സഹോദരൻ, അത് കൊടുത്താൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക? പല ആളുകളും ഒരു വർഷത്തെ സക്കാത്താണ് അത് അവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവരിത് ഓരോ മാസം ഇങ്ങനെ മാറ്റി വെച്ചാൽ ഇയാളുടെ സക്കാത്ത് അത് മാറുന്നത്. സക്കാത്ത് അത് വീടാൻ ആ സമയത്തിന് വിടണം. ഈ മാറ്റി വെച്ച് ഒരു കൊല്ലം വൈകിയാൽ ഇതിന് കുറ്റക്കാരാരാണ്? സംഘടിതമായി ആരാണോ അത് ഏറ്റെടുത്തിട്ടുള്ളത് അവരാണ് കുറ്റക്കാർ. അതുകൊണ്ട് ഏതൊരു കാര്യങ്ങളും നീട്ടിവെക്കാൻ പാടില്ല. ഉടനെ വേഗത്തിൽ ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് നടപ്പിലാക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ മുഹാജിരീങ്ങളായ സ്ത്രീകൾക്ക് വേണ്ടി, മദീനയിലെ അൻസാരികളായ സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അവർ അല്ലാഹു കരുണ ചെയ്യട്ടെ എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മേൽ ആയത്ത് ഓതി. എന്താണ്? സൂറത്തുൻ നൂറിൽ അവരുടെ മേൽ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിനാണ്. ആളുകൾക്കൊക്കെ വസ്ത്രം വളരെ കുറവാണ്. അവരുള്ള വസ്ത്രം തന്നെ എങ്ങനെ കൂടി തയ്പ്പിച്ചുകൊണ്ടൊക്കെ ധരിക്കുന്ന ആളുകളാണ്. അവർക്ക് ആ വസ്ത്രത്തിന്റെ ആയത്ത് ഹിജാബ് ധരിക്കണമെന്ന ആയത്തിറങ്ങിയ സമയത്ത് അവർ എന്താ ചെയ്തത് അറിയും? വേഗം പോയിക്കൊണ്ട് അവർ ബാക്കിയുള്ള വസ്ത്രങ്ങളൊക്കെ അതൊക്കെ കട്ട് ചെയ്തിട്ട് ആ മറയാനുള്ള വസ്ത്രങ്ങൾ ഇതിലേക്ക് തുന്നിപ്പിടിപ്പിച്ചു. എന്നിട്ട് അത് ധരിക്കാൻ തുടങ്ങി. ഇതൊരു കാലതാമസം പിന്നീട് വൈകിച്ചിട്ടില്ല. ഉടനെ വേദിച്ചിരുന്നു ആ വസ്ത്രങ്ങളൊക്കെ വെട്ടി എവിടുന്നൊക്കെയാണോ കഷ്ണം കിട്ടുന്നത് അതൊക്കെ എടുത്തുകൊണ്ട് അവർ തുന്നിച്ചേർത്ത് ആ ഹിജാബ് വേഗം ധരിക്കാനുള്ള ഒരു തിടുക്കം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അല്ലാഹു അവർക്ക് കരുണ ചൊരിയട്ടെ. സഹോദരങ്ങളെ, ഇതായിരുന്നു സഹാബത്ത്. നന്മകൾ എവിടെയുണ്ടോ എന്നറിഞ്ഞാൽ അതിലേക്ക് ഓടിച്ചെല്ലുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെങ്കിലേക്ക് ഒരു മാറെടുത്തു അതിനേക്കാൾ വേഗത്തിൽ ഞാൻ അതിലേക്ക് അടുക്കുന്ന. അള്ളാഹുവിലേക്ക് ഒരു ചെറിയ അടുപ്പം മതി, അതിനേക്കാൾ അള്ളാഹു നമ്മിലേക്ക് അടുക്കും. അതുകൊണ്ട് നന്മയിലേക്കുള്ള ഒരു തിടുക്കം നമ്മളിലേക്ക് ഉണ്ടാകണം. റമദാൻ മാസം പ്രത്യേകിച്ച് ഓരോ കർമ്മങ്ങളും അത് വൈകിപ്പിക്കാൻ പാടില്ല. പല ആളുകളും റമദാൻ ഒന്നാകട്ടെ എന്നിട്ട് വേണം ഖുർആൻ ഓതാൻ തുടങ്ങാനെന്നാണ്. ഇപ്പൊ തന്നെ തുടങ്ങണ സഹോദരങ്ങളെ, ഇപ്പൊ തുടങ്ങിയാലേ അതിനുള്ള ഒരു ഊർജം കിട്ടുള്ളൂ. ഇപ്പൊ തന്നെ തുടങ്ങി വെച്ചാലേ ആ ഖുർആൻ പാരായണം നേരം പോലെ അത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നോമ്പൊക്കെ ഈ സമയത്ത് തന്നെ തുടങ്ങുക. എങ്കിലും ഏറ്റവും നല്ല രീതിയിൽ ഒരു പ്രയാസവും ഇല്ലാതെ നോമ്പ് പൂർണ്ണമായിക്കൊണ്ട് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് കർമ്മങ്ങളിൽ ഒരു ഉത്സാഹമുള്ള ആളുകളായി തീരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ വിഭാഗം സ്ഥിരതയോട് ചെയ്യുക. ഏത് കാര്യങ്ങളും ചെയ്യുന്നത് ഒരു സ്ഥിരതയോട് കൂടി ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ആരുടെയാണ്? ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പാണ്. എന്താ ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ നോമ്പിന്റെ പ്രത്യേകത? അദ്ദേഹം സ്ഥിരമായിരുന്നു. ഓരോ ദിവസം ഒന്നരാടം. ഒരു ദിവസം നോമ്പ് മാറ്റാൽ അടുത്ത ദിവസം നോമ്പില്ല, അതിന് പിറ്റേ ദിവസം നോമ്പ്. അങ്ങനെ അത് സ്ഥിരമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം അത് പതിവായി ചെയ്യുന്നതാണ്. എന്നാ സഹോദരങ്ങളെ, ലാസ്റ്റ് നമ്മൾ നിരന്തരമായിട്ട് ഓരോ ദിവസവും ഖുർആൻ ഓതിയത് കഴിഞ്ഞ റമദാനിലേക്കാണ് അല്ലെ? അടുത്ത റമദാൻ, കഴിഞ്ഞ റമദാൻ, ഇനി ഒരു അടുത്ത റമദാൻ വരണം, അതൊന്ന് പൂർണ്ണമായി പാരായണം ചെയ്യാൻ. ഇതെന്ത് അദ്വ?
സ്ഥിരമായി കൊണ്ടുവന്നാൽ അതിന് തുടർച്ച വേണം. തുടർച്ചയായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഒരു പേജെങ്കിലും അതിന് തുടർച്ച. ആ റമദാനിൽ ഒരു ജുസു ആയിരുന്നെങ്കിൽ അതിനെ തുടർത്തിക്കൊണ്ട് ഒരു പേജെങ്കിലും നമുക്ക് ഓതാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തുടർച്ചയായി കൊണ്ടുവന്നാൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. കുറച്ചാണെങ്കിലും പ്രശ്നമില്ല, അത് സ്ഥിരമായിട്ടുണ്ടാകും എങ്കിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. 3 കാര്യങ്ങൾ ഏതാണോ നമ്മിലുള്ളത് എന്ന് നമ്മളൊരു ചിന്ത ഈ സമയത്ത് ചിന്തിക്കേണ്ടതുണ്ട്. 4-ാമത്തേത്, ഒരു നന്മയെയും ചെറുതായി കാണാത്താണ്. ഏത് നന്മ ഉണ്ടെങ്കിലും അതൊക്കെ റസൂൽ പഠിപ്പിച്ചതാണോ എങ്കിൽ അതൊരു പ്രശ്നമില്ല, അതിനൊരു വമ്പിച്ച പ്രതിഫലമുണ്ട്. ചെറിയ നന്മയാണെങ്കിൽ ഒരു റോട്ടിൽ നിന്നൊരു കല്ലെടുത്ത് മാറ്റി ആളുകൾക്ക് ഒരു പ്രയാസമാണെങ്കിലും വളരെ ചെറുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാന്റെ ശാഖകൾ പഠിപ്പിച്ചപ്പോൾ അതിൽ ഏറ്റവും ഉന്നതമായത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിപ്പിച്ചു. ഏറ്റവും ചെറുതേതാ? വഴിയിൽ നിന്ന് ഒരു ഉപദ്രവം നീക്കാനാണ്. ആ വഴിയിൽ നിന്നൊരു ഉപദ്രവം നീക്കാൻ ഒരു ചെറിയ അനക്കം മതി. ആ അനക്കത്തിന് തന്നെ വലിയ പ്രതിഫലമുണ്ട് എന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖ അഖാക ബിവജ്ഹി തൽഖി. നിന്റെ സഹോദരനെ ഒരു പുഞ്ചിരിച്ച മുഖവുമായി കൊണ്ട് കണ്ടുമുട്ടുക എന്നുള്ളത് തന്നെ ഏറ്റവും നല്ല സൽക്കർമ്മമായി കൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനെ ചെറുതാക്കി കാണാൻ പാടില്ല, അതിനെ ചെറുതാണ് എന്ന് കരുതിക്കൊണ്ട് ഒഴിവാക്കാൻ പാടില്ല. പല ആളുകളും വീട്ടിലേക്കൊക്കെ വിരുന്ന് വിളിക്കുമ്പോൾ മടി കാണിക്കുന്നുണ്ടാണ്, വീട്ടിലൊന്നും കൊടുക്കാനില്ല. സഹോദരനെ, നമുക്ക് തിന്നാണ്ടാവും. നമുക്ക് തിന്നാനില്ലാതെ പട്ടിണി അടക്കുന്ന ദിവസം നമുക്ക് എന്താണോ കഴിക്കാനുള്ളത് അതെങ്കിലും വെച്ച് കൊടുക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഭക്ഷണം കഴിക്കാനുള്ളത് അത് തന്നെ നിങ്ങൾ കഴിക്കാൻ കൊടുത്താൽ മതി, അതെന്നെ മതി. അതൊക്കെ ചെറുതല്ലേ, ഇതൊക്കെ എങ്ങനെ അവർക്ക് കൊടുക്കാന്ന് ആലോചിച്ചുകൊണ്ട് അവരെ ഒഴിവാക്കാന്നുള്ളത് നിയ്യത്തിന്റെ പ്രശ്നമാണ്. ആരെയാണ് നമ്മൾ, അവരെന്ത് ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ വജ്ഹ് ആലോചിച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. അത് ചെറുതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്നത് ഒരിക്കലും പാടില്ല. ഏത് നന്മയാണ് അത് ചെറുതാകട്ടെ വലുതാകട്ടെ നന്മയായി കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടെന്നാണ്. ആ ചെറിയ കാര്യത്തിൽ തന്നെ വലിയ പ്രതിഫലം ഉണ്ടാവും. മൂസാ നബി അലൈഹിസ്സലാം മദിയനിലേക്ക് യാത്രയാണ്. ആ മദിയനിലേക്ക് ചെന്ന് അവിടെ ഇനി ആര് സഹായിക്കാനുണ്ട്, എന്ത് ചെയ്യും അദ്ദേഹത്തിന് അറിയില്ല. ആ സമയത്ത് അദ്ദേഹം ചെയ്ത ഒരു ചെറിയ കർമ്മമാണ് വലിയ പ്രതിഫലം അദ്ദേഹത്തിന് നേടിയത്. ദുനിയാവിൽ തന്നെ അദ്ദേഹത്തിന് പ്രതിഫലം നേടിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസഖാലഹുമാ തുമ്മ തവല്ല ഇലാ ദുല്ലി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന 2 സ്ത്രീകൾ പ്രയാസപ്പെട്ട് വെള്ളം കോരാൻ നിൽക്കുന്ന സമയത്ത് ഒന്ന് വെള്ളം കോരി കൊടുത്തു. ചെറിയൊരു പണിയാണ്, ഒരാൾക്കും പ്രയാസമില്ലാത്തൊരു പണി. അദ്ദേഹം അത് ചെയ്തു കൊടുത്ത് ആ മരത്തിന്റെ തണലിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അല്ലാഹുവേ, ഈ ഫഖീറായ ആൾക്ക് എന്ത് അള്ളാഹു തന്നാലും അതിനൊക്കെ ഞാൻ ആവശ്യക്കാരനാണ്. എന്താ കിട്ടിയത്? ഒരു ഭാര്യനെ കിട്ടി, ഒരു കുടുംബം കിട്ടി, വലിയ ജോലി കിട്ടി, സമ്പത്ത് കിട്ടി, എല്ലാം കിട്ടി. ഒരു ചെറിയ നന്മയാണെങ്കിലും അതിനെ തട്ടിക്കളഞ്ഞാൽ വലിയ നഷ്ടമാണ് ദുനിയാവിലും നാളെ പരലോകത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറുതാണെന്ന് കരുതിയിട്ട് അത് ഒഴിവാക്കാനുള്ളതല്ല, അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. ഏത് നന്മയെയും നിസ്സാരമായി കൊണ്ട് ഒഴിവാക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്നാണ്. 4 കാര്യങ്ങളാണ്. 5-ാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പരിചയപ്പെടുത്തി കൊടുത്തതാണ്. ആളുകളിൽ ചില ആളുകൾ നന്മ ചെയ്യുമ്പോൾ എല്ലാ സമയത്തും ആളുകളെ കൂട്ടുന്ന. അപ്പൊ പൊതുവേ ആളുകൾക്കുള്ള ഒരു സ്വഭാവമാണ് തിന്മകൾക്കാണ് ആളെ കൂടെ കൂടുക. ഒരു തിന്മക്ക് പോകുകയാണെങ്കിലാണ് ഞാൻ ഇതിന് പോവുകയാണ് എല്ലാവരും വരും. ഒരു സിനിമക്ക് പോവുകയാണെങ്കിലാണ് ആളുകൾ എന്ത് ചെയ്യുക, ഞാൻ സിനിമക്ക് കൊണ്ട് എല്ലാവരും വരുന്നത്. ഒരു നന്മക്ക് പോകുന്ന സമയത്ത് ആരും വിളിക്കുന്ന നമ്മളെ ആരും വിളിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരി, ആര് കാരണമാണോ മറ്റൊരാൾ ഒരു ഖൈർ ചെയ്തത്, ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, അയാൾ ചെയ്ത അതേ പ്രതിഫലം ഇയാൾക്കുണ്ടെന്ന്. ഒരു നന്മയും അതിലൊരു കുറവില്ല, അതേ പ്രതിഫലം ഇയാൾക്കും കിട്ടും. അതുകൊണ്ട് ഏതൊരു കർമ്മവും മറ്റൊരാളെ കൂടി അതിൽ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടോ മറ്റൊരാൾക്ക് കൂടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഏത് നന്മയും അതിന് മറ്റുള്ള ആളുകളെ കൂടെ കൂട്ടാൻ ശ്രദ്ധിച്ചാൽ ഇരട്ടി പ്രതിഫലമാണ് ഒരേ സമയം കൊണ്ട് നമുക്ക് ലഭിക്കാനുള്ളത് എന്നാണ്. ഈ ഒരു കർമ്മമെങ്കിലും ആ നന്മയെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. 6-ാമതായി കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്, നന്മകൾ ചെയ്താലും അതിൽ അത്ഭുതപ്പെടാതെ. നമ്മൾ കുറേ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവസാനത്തിന്റെ പേരിൽ ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്, എന്നെ പോലെ ചെയ്യാൻ നമ്മുടെ വേറെ ആരുമില്ലല്ലോ, ഞാൻ മാത്രം ഇതൊക്കെ ചെയ്യണുള്ളൂ എന്നൊരു തോന്നൽ നമുക്കുണ്ടായാൽ നമ്മളെ അതൊക്കെ നഷ്ടപ്പെട്ടു. ആ കർമ്മങ്ങൾക്കൊന്നും വിലയില്ല. അവിടെ പണ്ഡിതന്റെ ചരിത്രം പറയാറുണ്ട്. അദ്ദേഹം തന്റെ കുട്ടിനെ രാവിലെ എല്ലാ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എണീപ്പിച്ചു. അപ്പോൾ എണീപ്പിച്ച സമയത്ത് ആ ജനലിലൂടെ തൊട്ടടുത്ത വീടുകളെല്ലാം നോക്കിക്കൊണ്ട് കുട്ടി പറയുന്നുണ്ട്, ഉപ്പ നമ്മൾ മാത്രമേ നീച്ചിട്ടുള്ളൂ,
നമ്മൾ മാത്രമല്ലേ ഈ സമയത്ത് എണീറ്റിട്ടുള്ളൂ, നമ്മൾ മാത്രമല്ലേ തഹജ്ജുദ് നമസ്കരിക്കുന്നുള്ളൂ. ഉപ്പ പറഞ്ഞത് ഈ പറയുന്ന വാക്കിനേക്കാൾ നിനക്ക് നല്ലത് ഇവിടെ കടന്നുറങ്ങാണ്, അതിനേക്കാൾ നല്ലത് നിനക്ക് ഉറക്കമാണ്. ചെയ്ത കർമ്മം അതൊരു അത്ഭുതമായിക്കൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അത്ഭുതം കൂടുന്നതിനേക്കാൾ നല്ലത് അത് ചെയ്യാതിരിക്കണം, അത് നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? ഫലാ തുസക്കു അൻഫുസകും, നിങ്ങൾ സ്വയം ആത്മപ്രശംസ നടത്തരുത്. ഞാൻ വലിയ ആളാണ്, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, മറ്റുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടി അത് സ്വയം പ്രശംസ നടത്തിക്കൊണ്ട് പറയുക എന്നുള്ളത് നിങ്ങളുടെ കർമ്മങ്ങൾ അത് നഷ്ടപ്പെടുത്തി കിടക്കുന്നതാണ്. അവസാനം ഏഴാമത്തതായിക്കൊണ്ട് പറഞ്ഞത് എല്ലാ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുമോ എന്നുള്ളൊരു ഭയപ്പാട്. അങ്ങനെ വേണം കർമ്മങ്ങളൊക്കെ. സഹാബാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പാടുണ്ടായിരുന്ന കാര്യം പാപങ്ങളല്ല, ചെയ്യുന്ന പാപങ്ങളെക്കാൾ അവർക്ക് ഭയപ്പാടുണ്ടായിരുന്നത് ആ ചെയ്ത കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ എന്നുള്ളതാണ്. നമുക്ക് എന്താ ഭയം? നമുക്ക് എന്ത് ഭയം സഹോദരങ്ങൾ? എത്ര കർമ്മങ്ങൾ ചെയ്ത് ഇതൊക്കെ അല്ലാഹു സ്വീകരിക്കുന്ന ഒരു ഭയത്തിൽ ഒരു ഭയം ഉണ്ടോ? ഇതേവരെ നമുക്കൊരു ഭയം ഉണ്ടായിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിന്റെ സ്വഹാബിയുടെ കൂടെ കെഞ്ചി കെഞ്ചി കരഞ്ഞു നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട് അറിയോ? റസൂലുള്ള കപട വിശ്വാസികളുടെ പേരുകൾ അദ്ദേഹത്തിന് പറഞ്ഞു നൽകിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ എന്റെ പേരുണ്ടോ? ആരാ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധാരാളം നന്മകൾ ചെയ്തിട്ടുള്ള, സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഉമറിന്റെ കൊട്ടാരം ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിലേറെ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും ചെയ്ത കർമ്മങ്ങൾ അത് മതിയായിട്ടുണ്ടോ എന്ന് അദ്ദേഹം ഭയപ്പെടുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എത്ര ചെയ്തു എന്നുള്ളതല്ല, ചെയ്ത കർമ്മങ്ങൾ എത്രയുണ്ട്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമോ? അതുകൊണ്ടാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവർ പ്രാർത്ഥിച്ചിരുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ ഞങ്ങളിൽ ഇത് സ്വീകരിക്കണേ എന്നാണ്. എത്ര കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വന്തം പൊക്കി പറയാണ്, അല്ലേ ഇതൊക്കെ നന്നായിട്ടുണ്ട്, എല്ലാവരും നല്ല കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതല്ല വേണ്ട സഹോദരങ്ങളെ, റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വീകരിക്കണം. ഇത് പോസ്റ്റർ ഇടാനുള്ളതല്ല. എല്ലാ കാര്യം കേട്ട് ഒരു പോസ്റ്റർ റബ്ബനാ തഖബ്ബൽ മിന്നാ പോസ്റ്റർ ഇറക്കാനുള്ളതല്ല. ഇത് പറയണം, നമ്മൾ പറയണം, റബ്ബേ ആര് ഇത് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മെ കുറിച്ച് എന്ത് പറഞ്ഞാലും റബ്ബേ നീ അത് സ്വീകരിക്കണം, നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കതൊന്നും ലഭിക്കുകയില്ല എന്നൊരു ബോധത്തോടു കൂടി പ്രാർത്ഥിക്കണം. എങ്കിലേ ആ കർമ്മങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ്. സഹോദരങ്ങളെ, നന്മയോട് ഏറ്റവും നല്ല നിലപാട് വെച്ച് പുലർത്തുന്ന ആളുകളുടെ സ്വഭാവങ്ങളാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് ഏറ്റവും നല്ല ഈ ഒരു ഗുണത്തിലുള്ള നന്മയുടെ ആളുകൾ അതിനെ ഏറ്റവും നന്നായിക്കൊണ്ട് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലാവാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. നന്മകളെ ഏറ്റവും നല്ല രീതിയിൽ ഗുണകരമായി കൊണ്ട് സമീപിക്കുന്ന ആളുകളുടെ സ്വഭാവങ്ങളാണ് സൂചിപ്പിച്ചു വന്നത്. എന്നാൽ നന്മകളെ നല്ലപോലെ സമീപിക്കുകയും എന്നാൽ പരലോകത്ത് അതെല്ലാം ശൂന്യമായി തീരുകയും ചെയ്യുന്ന ചില ആളുകളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതിലൊന്നാമത്തേതാണ് നന്മയാണ് എന്ന് കരുതിക്കൊണ്ട് ധാരാളം ചെയ്യും. പക്ഷെ ഈ പറയപ്പെടുന്ന നന്മകളെല്ലാം അത് തിന്മയാണ് താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, നബിയെ താങ്കൾക്ക് അറിയിച്ചു തരട്ടെയോ തങ്ങളുടെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്ന ചില ആളുകൾ, അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുൻആന. അവർ ധാരാളം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ഉറക്കം കളഞ്ഞുകൊണ്ട് ക്ഷീണിച്ചുകൊണ്ട് ധാരാളം കർമ്മങ്ങൾ, ദിക്റുകളാണ്, സ്വലാത്തുകളാണ്, നമസ്കാരങ്ങളാണ്, നോമ്പുകളാണ് ധാരാളം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നന്മയാണ് എന്ന് കരുതി ചെയ്ത കാര്യങ്ങളാണ്. അതൊന്നും നന്മകളായിരുന്നില്ല, അവർക്ക് തിന്മയായിട്ടാണ് ഇത് രേഖപ്പെടുത്തുന്നത്. ബിദ്അത്തുകളാണ്. സഹോദരങ്ങളെ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹും റസൂലും പഠിപ്പിച്ച ഒരു കാര്യം. ഏതൊരു കാര്യത്തിലും അള്ളി റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്, അതിന് തെളിവുണ്ടാകും. ഖുർആന്റെ ആയത്തുണ്ടാവില്ല, ഹദീസിലുണ്ടാവില്ല. റസൂൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന ദിവസത്തിലാണ് അത് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്, ചൊല്ലേണ്ടത് ഒക്കെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നും പഠിപ്പിക്കാതെ പോയിട്ടില്ല. ഇങ്ങനെ ഒന്നും പറയാതെ പഠിപ്പിക്കാത്ത ഒരു കാര്യം പിന്നെയും ചെയ്യാന്നുള്ളതിന്റെ അർത്ഥം എന്താ? റസൂലിനെ വഞ്ചിച്ചു എന്നല്ലേ അർത്ഥം. റസൂൽ നമുക്കതൊന്നും പറഞ്ഞു തരാതെ പോയി, അതൊരു നന്മയാണെന്ന് നമുക്കാ മനസ്സിലായത്.
സഹോദരങ്ങളെ, റസൂലിന്റെ ഒരു വഞ്ചനയല്ലേ ആരോപിക്കുന്നത്? പല ആളുകളും ശഅബാൻ മാസത്തിലെ ഒരു നോൻപാണ്, ശഅബാൻ 15 അന്നൊരു നോമ്പ്. സഹോദരങ്ങളെ, ആര് പഠിപ്പിച്ചു? ശഅബാൻ മുഴുവൻ നോമ്പെടുത്തോളൂ. ശഅബാൻ 15 അന്ന് പ്രത്യേകമായി കൊണ്ട് ചില കൂലി, അന്ന് പ്രത്യേകം കൂലി ആഗ്രഹിച്ചുകൊണ്ട് ചില ആളുകൾ നോമ്പ് നിൽക്കും. റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. വന്ന ഹദീസുകളെല്ലാം ദഈഫാണ്. അതൊന്നും അത് ദുർബലമായ ഹദീസുകളാണ്. സ്വഹീഹായ ഹദീസുകളൊന്നും ആ പറയപ്പെട്ട നോമ്പിനില്ല. അടിസ്ഥാനമില്ലാത്ത ആ ഹദീസുകൾ വെച്ചിട്ടാണ് ആ കർമ്മം ചെയ്യുന്നതെങ്കിൽ നാളെ തിന്മയായിക്കൊണ്ടാണ് രേഖപ്പെടുന്നത്. ഈ മാസം മുഴുവൻ നോമ്പ് ഒന്നും പ്രശ്നമില്ല. അവസാനത്തെ കുറച്ച് ദിവസങ്ങളല്ലാത്ത ബാക്കിയെല്ലാം നമുക്ക് നോക്കാം, റസൂൽ അനുവദിച്ചതാണ്. പക്ഷെ അതല്ലാത്ത കർമ്മങ്ങൾ അതെല്ലാം അത് തിന്മയായിക്കൊണ്ടാണ് രേഖപ്പെടുത്താൻ. അത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ അടിസ്ഥാനമാണ്. എന്തേ നിസ്കാരം കൂട്ടപ്രാർത്ഥന നടത്തിയെന്നാണ്. പ്രാർത്ഥനയല്ലേ, അത് പ്രശ്നമുണ്ടോ? എല്ലാവരും ഒരുമിച്ചായ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം കൂടുതൽ കിട്ടൂലെന്നാണ്. ഇത് റസൂലുള്ളാഹിക്ക് അറിയാത്ത ഒന്ന് തിരിഞ്ഞിരുന്നു കൊണ്ടൊന്ന് പ്രാർത്ഥിച്ച കൂലിയേറെ കിട്ടുന്ന റസൂലുള്ളാഹിക്ക് അറിയില്ലേ? എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും നമസ്കാരത്തിനൊന്ന് തിരിഞ്ഞിരുന്നു കൊണ്ട് കൈയുയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി ദുആ ചെയ്യുകയും ബാക്കിയുള്ള ആളുകൾ ആമീൻ പറയുകയും ചെയ്തില്ല. ഒരു ഹദീസിലും തെളിയിക്കാൻ പറ്റില്ല. റസൂലുള്ളാഹി ളുഹ്റിന് ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥന എവിടെയും കിട്ടും? ഒരു ഹദീസിലും ഇല്ല. സഹോദരങ്ങളെ, അസറിന് ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥന മഗ്രിബിന് ശേഷം ഏതെങ്കിലും ഉണ്ടോ? ഒന്നിലുമില്ല. സ്വഹീഹായി ഒരു ഹദീസിലും ഇത് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ബിദ്അത്ത്. റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അത് റസൂലുള്ളാഹിയിലൂടെ അത് സുന്നത്താണ്, കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചെയ്താൽ അതിനെയാണ് ബിദ്അത്ത് എന്ന് പറയുക. നാളെ പരലോകത്ത് അവരുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണ്. രണ്ടാമത്തത്, നന്മകൾ ചെയ്യും. ധാരാളം നന്മ ചെയ്യും. എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവും. നിസ്കരിക്കാനോ എല്ലാത്തിനും ഉണ്ടാവും. അവസരം കിട്ടിയാൽ തിന്മ ചെയ്യും. ആളുകൾ ഉണ്ടാകുമ്പോൾ നന്മ മാത്രം ചെയ്യാം. ആളുകളെല്ലാം ഒഴിഞ്ഞെന്ന് കണ്ടാൽ തിന്മ ചെയ്യുന്ന ചില ആളുകൾ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രയാണ് അതിനെ പറഞ്ഞത്? ബിഹസനാതി അംസാലി ജിബാലി തിഹാമ. ഒരു തിഹാമ പർവ്വതത്തിന്റെ അത്രയും കണക്ക് നന്മകളുമായിട്ട് വരുന്ന ആളുകൾക്കിടയിലൊക്കെ താടിയും തൊപ്പിയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഉണ്ടാവും. നല്ല വസ്ത്രമൊക്കെ ആയിരിക്കും. കാണുമ്പോൾ സലാം പറയും, പുഞ്ചിരിക്കും, എല്ലാം ഉണ്ടാകും. ഒഴിഞ്ഞൊറ്റക്കാകുന്ന സന്ദർഭത്തിൽ ഹറാമുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളായിരിക്കുന്ന അവരുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം ധൂളികളാക്കി മാറ്റുന്ന, ഒന്നും അവശേഷിക്കുക. ആ തിന്മകൾ കാരണം മറ്റുള്ള നന്മകളെല്ലാം അവരുടെ ആ നന്മകളെല്ലാം പൊളിച്ചു മാറ്റിക്കളയുന്ന. അതുകൊണ്ട് സഹോദരങ്ങളെ, സൂക്ഷിക്കണം. ഒറ്റക്കാകുന്ന സന്ദർഭങ്ങൾ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഒറ്റക്കാകുന്ന ആളുകളെ ചെന്നായി പിടിക്കുന്നത്. ഒറ്റക്കാകുന്ന ആളുകളെ ചെന്നായി പിടിക്കുമെന്ന് പറഞ്ഞാൽ മനുഷ്യരെ ശൈത്താൻ പിടിക്കും. ഒറ്റക്കാകുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ പരിശ്രമിക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആവും, എന്തെങ്കിലുമൊക്കെ പണിയേറ്റെടുക്കുക. എങ്കിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നത്. മൂന്നാമത്തതായിക്കൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യും, പക്ഷെ അത് മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുക. മറ്റുള്ള ആളുകൾ എന്തെങ്കിലും പറയുന്ന അവരുടെ പ്രശംസയ്ക്ക് വേണ്ടി മറ്റും കാര്യങ്ങൾ ചെയ്യുക എന്നത് റിയാ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചു. ഏറ്റവും ചെറിയ ശിർക്കിൽപ്പെട്ടതാണ്, ശിർക്കിന്റെ ഭാഗമാണ്. മറ്റുള്ള ആളുകൾ എന്തെങ്കിലും പറയാൻ, എന്തെങ്കിലും അവർ പറയുന്നത് കേൾക്കാനും പറയാനൊക്കെ വേണ്ടി ചെയ്യുക, റിയാ എന്ന് പറയും. ആ കർമ്മങ്ങൾ അത് അവർക്ക് ഉപകാരപ്പെടുകയില്ല, നഷ്ടപ്പെടുമെന്നാണ്. മാത്രമല്ല, നന്മകൾ ചെയ്തിട്ട് പിന്നെ ആ പറഞ്ഞ കാര്യത്തിൽ ചെയ്ത കാര്യത്തെടുത്ത് ഉപദ്രവിക്കുക. ഒരു പൈസ കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുക. ഞാൻ അത് ചെയ്തെന്നില്ലേ, ഇത് ചെയ്തെന്നില്ലേ. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിലൊക്കെ ഉണ്ടാവുന്ന പ്രത്യേക ഒരു വലിയ കാര്യമാണ്. എൻ്റെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഏറ്റവും കൂടുതൽ നരകത്തിലുള്ളത് സ്ത്രീകളാണ്. അവർ പറയും, ഭർത്താവ് എല്ലാം ചെയ്തു കൊടുത്തിട്ട് അവസാനം ചെയ്യാത്ത ഒരു കർമ്മം അതിനെടുത്ത് പറയും, എന്നേ വരെ എനിക്കൊന്നും ചെയ്തെന്നിട്ടില്ല. അല്ലേ? കർമ്മങ്ങൾ ചെയ്തെടുത്ത കർമ്മങ്ങൾ അതിനെ എടുത്തു പറയുക, ഞാൻ അത് ചെയ്തു തന്നില്ലേ, ഇത് ചെയ്തു തന്നില്ലേ. കർമ്മങ്ങൾ എടുത്തു പറഞ്ഞു, ആ നന്മകൾ അയാൾക്ക് ഉണ്ടാവില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങൾ ചെയ്ത നന്മകൾ എടുത്തുകൊണ്ട് പറയരുത്, അത് നിങ്ങൾക്ക് ബാത്തിലാകുന്ന. എല്ലാ കർമ്മങ്ങളും ബാത്തില. അവസാനത്തേത് നന്മകൾ വൈകിപ്പിക്കുക. ഓരോ നന്മകളും ഒരു പിന്നെയാവട്ടെ, 2 ആഴ്ച കേട്ടെ, 2 ദിവസം കേട്ടെ, നന്മകൾ കേട്ടോ അത് ആ സമയത്ത് പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. നന്മകൾ പിറകോട്ട് വെച്ചാൽ ഏത് സമയം നമ്മെ മരണം പിടികൂടുമെന്നറിയില്ല. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ സമയം അത് വൈകിപ്പിക്കാൻ പാടില്ല. സമയം വൈകിപ്പിക്കും തോറും അതിനുള്ളിലാണ് ആ മരണം നമ്മെ പിടികൂടുന്നതെങ്കിൽ ആ സമയത്ത് ആ വഖത്തിനെ നമ്മൾ എന്തുത്തരം പറയും? അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബാക്കിയ സമയത്തെ നമസ്കാരം, ആ നമസ്കാരം പിന്നീട് ഏത് സമയത്ത് നമുക്ക് വീട്ടാൻ സാധിക്കും? ആ നമസ്കാരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രേഖയിൽ ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് കർമ്മങ്ങൾ, നന്മകൾ വൈകിപ്പിക്കാതിരിക്കുക. അത് നമ്മുടെ നന്മകളായ ചെയ്ത കർമ്മങ്ങൾക്ക് പോലും പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ആ നന്മകളെ
നല്ല രൂപത്തിൽ ഗുണകരമായി കൊണ്ട് സമീപിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. ചീത്തയായിക്കൊണ്ട് അതിനെ ഉപകാരമില്ലാത്ത ആളുകളായിക്കൊണ്ട് ഉൾപ്പെടുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്ന നന്മകൾ ഉപകാരപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم أدخلنا الجنة. اللهم أدخلنا الجنة. اللهم أدخلنا الجنة. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين.